ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും സമ്മാനദാന ചടങ്ങും നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ബ്ലോക്ക് തല കേരളോത്സവം ഡിസംബർ 12 മുതൽ 15 തീയതി വരെയാണ് സംഘടിപ്പിച്ചിരുന്നത്. കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും പാഞ്ഞാൾ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്നു. ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി കോളേജിലെ കുട്ടികൾക്കോ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയല്ല തുടങ്ങിയത്. ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കായിട്ട് പരിമിതപ്പെട്ടു. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും ഇപ്പോൾ വിദ്യാഭ്യാസം കിട്ടിയവരാണ്, അല്ലെങ്കിൽ അവസരം കിട്ടിയവരാണ്. അവസരം നിഷേധിക്കപ്പെട്ട ആളുകൾക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കേരളോത്സവം ആരംഭിച്ചത്. അത് നല്ല രീതിയിൽ യുവജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ നടത്തിയത്. ഒരു കാലത്തൊക്കെ കേരളോത്സവത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായത്. നമ്മുടെ ചേലക്കരയിൽ വെച്ച് നടത്തിയ കേരളോത്സവത്തിൻ്റെ ഭാഗമായി നടത്തിയ വലിയ ഫുട്ബോൾ മേളകളുണ്ടായിരുന്നു. ആയിരക്കണക്കിന് 10,000 ആളുകളെയാണ് ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടമായി നമ്മുടെ കേരളോത്സവങ്ങളെ മാറ്റാൻ നമുക്ക് ഒരു കാലത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള പരിമിതി എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാക്കിക്കൊണ്ട് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കേരളോത്സവത്തെ നമുക്ക് മാറ്റി തീർക്കാൻ വേണ്ടി ഉള്ള ഇടപെടൽ നമ്മുടെ യുവജന ക്ലബ്ബുകൾ, അതുപോലെ യുവജന സംഘടനകൾ, ഇവരെല്ലാം സഹകരണത്തോടുകൂടി നമുക്ക് നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അതുകൂടി ശ്രദ്ധിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, വിജയിക്കുന്ന ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റിന് വലിയ വിലയൊന്നുമില്ല. ഒരു സമ്മാനം കിട്ടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കുറച്ച് വേണമെന്നൊക്കെയുള്ള വാദം ശക്തിയായി വന്നു. MLA UR പ്രദീപ് അധ്യക്ഷനായിരുന്നു. കേരളത്തിൽ എല്ലാ തവണയും എല്ലാ കൊല്ലവും ഗ്രാമീണ മേഖലയിലുള്ള ചെറുപ്പക്കാരികളെല്ലാം അവരുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാനും അവരെ കഴിവുള്ള ആളുകളെ സംസ്ഥാനതലം വരെ ഉയർത്തിക്കൊണ്ടുവന്ന് താരങ്ങളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഉത്സവമാണ് കേരളത്തിൽ ഗവൺമെൻറ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യുവജനക്ഷേമ ബോർഡും എല്ലാ കൊല്ലം നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് ഗ്രാമീണ മേഖലയിൽ ഇതുപോലെ ഇടപെട്ടുകൊണ്ട് ഇത്തരം ഉത്സവങ്ങൾ നടത്തുന്നത്. എന്നാൽ അതിൽ പങ്കാളികൾ, പങ്കെടുക്കുന്നവർ, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നല്ല നിലയ്ക്ക് നടത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ ഇത് നടത്തിക്കൊണ്ടുപോകാനും അത് മുഴുമിക്കാത്ത രീതിയിലുള്ള ചില ഇടപെടലും ബോധപൂർവം നടന്നു വരുന്നത്. ഞാനത് അങ്ങനെ പറഞ്ഞത്, ഇതൊരു ഗ്രാമത്തിൻ്റെ ഉത്സവമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുറേ പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികളെല്ലാം മനസ്സിലാക്കി നല്ലപോലെ സഹകരിച്ചു കേരളോത്സവത്തെ നടത്തിക്കൊണ്ടുപോകാനും കഴിയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ബോധപൂർവമായ ഇടപെടൽ നടത്തി അതെങ്ങനെ മുടക്കാൻ കഴിയും എന്നുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KP ശ്രീജയൻ, അരുൺ കാളിയാത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AE ഗോവിന്ദൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, വൈസ് പ്രസിഡന്റ് ഷെലീൽ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P കൃഷ്ണൻകുട്ടി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ, മറ്റ് ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. CC ന്യൂസ്, പാഞ്ഞാൾ.